നമസ്കാരം. മന്ത്രി എം രാജേഷ് കേൾക്കാനാണ്. കഠിനംകുളം ഗ്രാമപഞ്ചായത്ത്, ആ ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഒരു നാട്ടിലെ ജനങ്ങളോട് കാണിക്കുന്ന വളരെ ക്രൂരതയാണെന്ന് പറയേണ്ടി വരികയാണ്. മഴക്കാലമാണ്. മഴക്കാലത്തിന് തൊട്ടു മുന്നോടിയായിട്ട് പൂർവ്വ ശുചീകരണങ്ങൾ നടത്തണമെന്നുള്ള നിർദ്ദേശങ്ങളുണ്ട്. ആ പൂർവ്വ ശുചീകരണങ്ങൾ ഇത്തവണ മഴ കുറച്ച് നേരത്തെ എത്തിയത് കൊണ്ട് കൃത്യസമയത്ത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയാം. പക്ഷേ കഴിഞ്ഞ കുറെ കാലമായിട്ട് ആ അവസ്ഥയിലാണെങ്കിലും ഇതേ കുറച്ച് ദൃശ്യങ്ങൾ കാണിക്കാം. കഠിനംകുളം പഞ്ചായത്തിലെ കമ്പിക്കകം എന്ന സ്ഥലത്തെ ഇർഷാദിയ എന്നൊരു പ്രദേശമാണ്, ഒരു റോഡാണ്. 30ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശത്ത് ഒരു റോഡ് ഉണ്ട്. അതിന്റെ തൊട്ടടുത്ത് ഒരു തോടുമുണ്ട്. മാലിന്യങ്ങളുടെ കേന്ദ്രമാണ്. ആ തോട് കണ്ടാൽ അറിയാം അത് വൃത്തിയാക്കിയിട്ട് വർഷങ്ങളായി. പോളയൊക്കെ പടർന്ന് പന്തലിച്ച് കിടപ്പുണ്ട്. ഒപ്പം മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി അതൊരു മാലിന്യ കേന്ദ്രമായി മാറിയിട്ടുണ്ട്. ആ പ്രദേശത്തുള്ളവർ വളരെ ദുരിതത്തിലാണ്. അതിനോടൊപ്പം തന്നെ ഇതിന്റെ തൊട്ടപ്പുറത്ത് മുമ്പ് കൃഷിയുള്ള നിലങ്ങളായിരുന്നു. ആ നിലങ്ങൾ നികത്താൻ വേണ്ടി കുറച്ചു പേർ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ബിൽഡിംഗ് വേസ്റ്റുകളൊക്കെ കൊണ്ടുവന്ന് തട്ടിയിരിക്കുന്ന ദൃശ്യങ്ങളും നിങ്ങൾ അതിൽ കാണുന്നില്ലേ? ആ വയലുകളിൽ നിന്നുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് ഈ റോഡിന്റെ അടിയിലൂടെ ചെറിയൊരു പൈപ്പ് വഴി ഈ തോടുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതിലും മാലിന്യം വന്ന് അടിഞ്ഞതോടുകൂടി അവിടെയും വെള്ളം കെട്ടിനിന്ന് ഈ മാലിന്യങ്ങളെല്ലാം കൂടി കിടന്നഴുകി അവിടത്തെ ജനജീവിതം പൊറുതിമുട്ടിയിരിക്കുകയാണ്. എന്താണ് ഇപ്പൊ നിങ്ങൾ ഇവിടെ അനുഭവിക്കുന്ന ഈ അവസ്ഥ? ഈ ഹോട്ടൽ വേസ്റ്റ് ചാക്കുകളിൽ ഹോട്ടൽ വേസ്റ്റ് കൊണ്ടുവന്ന് ഈ തോടുകളിലും അവിടെ ഈ റോഡ് സൈഡുകളിലും കൊണ്ടുവന്ന് തള്ളുന്നു. അത് പോരാഞ്ഞിട്ട് ഈ കണ്ണീർ തടാകങ്ങൾ നികത്തി ഞങ്ങളുടെ പര്യടനത്തിൽ വെള്ളം കയറുകയും ഈ കണ്ണീർ തടാകം ഒഴുകാനുള്ള നമ്മളെ ഇതുണ്ടല്ലോ സ്ലാബ് മൂടുകയും ചെയ്തു. അതിന് നമ്മൾ വേണ്ടപ്പെട്ടവരായിട്ട് എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആരും ഇതിനൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പം നമുക്ക് ഇത് ആരെങ്കിലും കണ്ട് ഇതിൻ്റെ വേണ്ട പരിഹാരം എന്താണെന്ന് വെച്ചാൽ ചെയ്യേണ്ടതാണ്. ഇപ്പം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. രാത്രി കാലങ്ങളിൽ ഈ വെള്ളം കെട്ടിക്കിടന്ന് അത് അഴിയുള്ള നാറ്റം നമ്മളെ കൊണ്ട് ഇത് സഹിക്കാൻ പറ്റില്ല. നമ്മളെ വീടുകളിലെ വെള്ളവും മലിനജലമായി. കുടിവെള്ളം എല്ലാം പ്രശ്നമാണ്. നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം. ഇത് കണ്ണീർ തടാകങ്ങൾ മണ്ണിട്ട് നികത്തുകയും ഇത് കണ്ടില്ല, എല്ലാം വയലുകളാണ്. ഈ കണ്ണീർ തടാകങ്ങളാണ് കംപ്ലീറ്റ് മണലിട്ട് നികത്തുകയും ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യും. ഇതുമൂലം നമ്മളെ ഫ്രണ്ടിൽ വെള്ളം കെട്ടുകയും കിടക്കുന്ന സാധനങ്ങൾ അഴുവി അതിൻ്റെ കൊതുക് മുട്ടയിട്ട് അത് അസുഖങ്ങൾ ഉണ്ടാക്കും. തൊലിപ്പുറത്തുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. ഇതിനൊരു പരിഹാരം നമുക്കുണ്ടാക്കണം. പഞ്ചായത്തിൽ അവരടുത്ത് പരാതി പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തിൽ നമ്മളെ വിളിക്കാറുണ്ട്, നമ്മൾ ആരും വരാറുമില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ടവരായിട്ട് ഞങ്ങളെ ബന്ധപ്പെട്ട് ആരും വരുന്നതുമില്ല. ഹോട്ടൽ വേസ്റ്റ് കംപ്ലീറ്റ് കൊണ്ട് ചാക്കിനെ കൊട്ടാൻ കൊട്ടി ആളുകൾ ചെയ്യാൻ വയ്യ. മഴ പെയ്യുമ്പോൾ എന്താണ് അവസ്ഥ? മഴ നാറ്റവും കൊതുവും എല്ലാം ഉണ്ട്. അല്ലെങ്കിൽ തന്നെ നേരത്തെ ഉണ്ട് കൊതുവുണ്ട്. ഈ പ്രദേശത്ത് ഇപ്പൊ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആരുടെയൊക്കെ പരാതി പറയാൻ പോയിട്ടുള്ളത്? ഞാൻ പഞ്ചായത്തിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. നടപടി ഒന്നും എടുത്തിട്ടില്ല. ഇത് നികത്തുന്നതിനെ പറ്റി ഞങ്ങൾ വില്ലേജിൽ പരാതി കൊടുത്തു, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു, കളക്ട്രേറ്റിൽ പരാതി കൊടുത്തു. ഇതെല്ലാം ഇങ്ങനെ നിലനിൽക്കുകയാണ്. ഇവർ വീണ്ടും കൊണ്ടുവന്ന് ഈ കണ്ണീർ തടാകം നികത്തുന്നത്. ഒഴുക്ക് പരിപൂർണമായിട്ട് നിലച്ചിരിക്കുകയാണ്. ഇതിനകം ഈ നമ്മളെ കൃഷിഭൂമി ഈ കണ്ണീർ തടാകത്തിലുള്ള വെള്ളം ഈ തോട്ടിലോട്ട് ഒഴുകുന്നില്ല. അത് പൂർണ്ണമായിട്ട് നിലച്ചു. അത് കെട്ടിക്കിടന്ന് ഇപ്പോൾ കൊതുകും മുട്ടയിട്ടു. ഈ കിടക്കുന്ന വേസ്റ്റുകൾ അഴുവി സ്മെല്ലും. കുടിവെള്ളം ഉൾപ്പെടെ വലിയ പ്രശ്നം. കുടിവെള്ളം വലിയ പ്രശ്നമാണ്. ഞങ്ങളെ കിണറ്റിലെ വെള്ളമൊക്കെ പോയി, എല്ലാം കളർ മാറി. കേട്ടില്ലേ? ആ പ്രതികരണമൊക്കെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്. ആ വിഷയത്തെക്കുറിച്ച് ഒരു മാധ്യമങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ പോലും കൃത്യമായിട്ട് അവർക്ക് അത്ര പോരാ. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. ആ മനുഷ്യരോടാണ് ഈ ക്രൂരത കാട്ടുന്നത്. പലകുറി പലതവണ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയതാണ്. ചെയ്യാം എന്ന് ചെയ്യും, എപ്പോൾ ചെയ്യുന്നല്ല. കാര്യം സാധാരണക്കാരാണ്, പാവപ്പെട്ടവരാണ്. അവരുടെ കാര്യത്തിൽ അലംഭാവം കാണിച്ചാൽ ഒരു കുഴപ്പവുമില്ല. അവർ വലിയ തോതിൽ പ്രതികരിക്കില്ല. ആ പ്രതികരണശേഷി ഇല്ലായ്മയാണ് ഈ രീതിയിലുള്ള തോന്നിവാസം അവരോട് കാട്ടിയിരിക്കുന്നത്. ഇത്രയും കാലമായിട്ട് ഇങ്ങനെ ഒരു അവസ്ഥ അവിടെ ഉണ്ടാകുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറെ കാലമായി പരാതി പറഞ്ഞിട്ടും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഒപ്പം അവിടെ റോഡ് ഇട്ടിട്ടുണ്ട്, ഈ തോടിനൊരു സൈഡ് വാൾ കെട്ടി വെച്ചിട്ടുണ്ട്. അതൊക്കെ നോക്കുമ്പോൾ അടിമുടി അഴിമതിയാണെന്ന് പറയേണ്ടി വരികയാണ്. കാര്യം ടാറിട്ട റോഡ് ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട്. ഈ സൈഡ് വാൾ തോടിന്റെ അടുത്ത് കെട്ടിയിരിക്കുന്നത് പലയിടങ്ങളിലും ഇടിഞ്ഞ് തോട്ടിലേക്ക് വീഴുകയാണ്. ഈ വെള്ളം കെട്ടി നിന്ന് പരിസരത്തെ മതിലുകൾ, അവരുടെ കെട്ടിടങ്ങൾ ഇതെല്ലാം നാശം സംഭവിക്കുന്ന ഒരു അവസ്ഥ. പോരാത്തതിന് ജലജന്യ രോഗങ്ങൾ കൂടി കഠിനംകുളം പഞ്ചായത്ത് അധികൃതരുടെ മഹാമനസ്കത കൊണ്ട് അവർക്കുണ്ടാകുന്നുണ്ട്.
അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോ ഇങ്ങനെ ഒരു കാര്യം പറയുകയും അവിടെ പോയി കണ്ടപ്പോൾ ആ ദുരിതം കണ്ടിട്ട് ആ കഠിനംകുളം പഞ്ചായത്ത് ഓഫീസിൽ ഇരിക്കുന്ന മനുഷ്യർക്കൊന്നും ഈ അവസ്ഥയിൽ ഒരു ദിവസം ജീവിക്കാൻ പറ്റുമോ എന്ന ചോദ്യം അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതിനൊക്കെ ഉടനടി പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. എന്തായാലും തീർത്തും അനാസ്ഥയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പല കാര്യങ്ങളിലും കാര്യമായിട്ടുള്ള ഇടപെടൽ നടത്തുന്ന ഒരു വ്യക്തിയാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ കഠിനംകുളം പഞ്ചായത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അനാസ്ഥ, ഉദ്യോഗസ്ഥരുടെ വീഴ്ച, ഇതിനെ സംബന്ധിച്ചൊക്കെ കൃത്യമായിട്ടൊരു പരിശോധന നടത്തേണ്ടതുണ്ട്. ഇത്തരം ഗുരുതരമായ പ്രശ്നങ്ങൾ ആൾക്കാർക്ക് പരിഹരിച്ചു കൊടുക്കേണ്ടത് ഒരു നാടിന്റെ കൂടി ആവശ്യമാണ്. അതിനുവേണ്ടിയുള്ള ഇടപെടൽ നടത്തേണ്ടതാണ്. അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. ഒരു മനുഷ്യർക്ക് സമാധാനമായിട്ട് ദുർഗന്ധമില്ലാതെ വീടിനകത്ത് കിടന്ന് ഉറങ്ങാൻ പറ്റാത്തത് എന്ത് തരം ഭരണസമിതിയാണെന്ന് അവരോട് ചോദിക്കേണ്ടി വരികയാണ്. പലകുറി പറഞ്ഞതിന് ശേഷവും ഇത്തരത്തിൽ ഇടപെടാൻ ആരില്ലാത്തൊരു അവസ്ഥ, വന്നു നോക്കാൻ പോലും തയ്യാറാകാത്ത അവസ്ഥ, നോക്കാമെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് അയക്കുന്ന ഈ രീതിയൊക്കെ ഇപ്പോഴും അവലംബിക്കുന്നവർ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് പറയേണ്ടി വരികയാണ്. ആ പ്രദേശത്തെ ഈ ദുരവസ്ഥ നേരിട്ട് പോയി കണ്ട് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് പറയുകയാണ്, പഞ്ചായത്ത് അധികൃതർ ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കണം. ജലജന്യ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ തുടങ്ങി പലതരം പനികൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഒരു കൊതുക് വളർത്തൽ കേന്ദ്രമായി ഈ പ്രദേശത്തെ മാറ്റിയിട്ട് അങ്ങോട്ടേക്ക് പോയി തിരിഞ്ഞു നോക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനെ അനാസ്ഥ എന്നല്ലാതെ മറ്റൊരു പേര് വിളിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അടിയന്തര ഇടപെടൽ ആ പാവപ്പെട്ട 30ഓളം കുടുംബങ്ങൾക്ക് ഉണ്ടാകേണ്ടതുണ്ടെന്ന് വളരെ കൃത്യമായി പറയേണ്ടി വരികയാണ്.